ഇവിടെ വെക്കണം മാഷ ശരി മാഷ. ശങ്കരാചാര്യപ്പുഴയുടെ ഒറ്റവാതിലുള്ള വീടിലെ കവിതകൾ കാൽപ്പനികമായ അസ്തിത്വത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഭാഷ കൊണ്ടല്ല എഴുതിയിട്ടുള്ളത്. കാതലുള്ള ഭാഷ കൊണ്ട് പുതിയ കാലത്തിന്റെ ചില പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ കവിതയിലൂടെ ആവിഷ്കരിക്കാനാണ് തങ്കരാജ് ശ്രമിക്കുന്നത്. ഇതിൽ വെയിൽ വെയിന് തിളങ്ങുന്ന തടാകം പോലുള്ള ചില കവിതകളുണ്ട്. കലങ്ങിയൊഴുകുന്ന പുഴ പോലുള്ള കവിതകളുമുണ്ട്. തങ്കരാജിന്റെ കവിതകളിലെ ഭാഷ അനാർഭാടമാണ്. പുതുകവിതകളുടെ ആവിഷ്കാര രീതി തന്നെ ഏതൊന്നിനെയും അതായി തന്നെ ആവിഷ്കരിക്കുക എന്നതാണ്. ഭാഷയുടെ അലങ്കാരങ്ങൾ അഴിച്ചു വെക്കാതെ ഇത് സാധ്യമല്ലെന്ന തിരിച്ചറിവ് തങ്കരാജിനുണ്ട് എന്ന് ഈ സമാഹാരത്തിലെ കവിതകൾ സാക്ഷ്യപ്പെടുത്തുന്നു. പെട്ടെന്ന് അതിന് ജീവൻ വെക്കുകയും ഒരു മരം പോലെ പൂത്തു നിൽക്കുന്ന ഒരു മരം പോലെ അത് ഉയർത്തെഴി നിൽക്കുകയും ആകാശത്തോളം അത് ഉയരുകയും കിളികൾ പാട്ടുമായി അതിന് ചുറ്റും നൃത്തം വെക്കുകയും ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഒരു ഉടലിന്റെ കൺസെപ്റ്റ് അവിടെ വെക്കുന്നുണ്ട്. നമ്മൾ LGBT ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് മൂന്നാമത്തെ ഒരു ലിംഗത്തെ എടുത്തു വെച്ചുകൊണ്ട് ആണും പെണ്ണുമല്ലാത്ത ഒരു ശരീരഘടനയെ എടുത്തു വെച്ചുകൊണ്ട് ഒരു കവിതയെ, ഒരു പുതിയ കാലത്തിന്റെ ഭാഷയെ, പുതിയ ലോകത്തെ ആവിഷ്കരിക്കാനായിട്ട് ഉടൽ എന്നൊരു കവിത നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. നമ്മൾ പുസ്തകം പ്രസിദ്ധീകരിക്കും, നമ്മളിവിടെ ജീവിച്ചു എന്നുള്ള തെളിവാണ്. അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തന്നെ തീരുമാനിച്ചത്. അപേക്ഷയായിട്ട് നമ്മൾ മനുഷ്യരാണ്. ആ മനുഷ്യ സങ്കല്പം നമ്മൾ ഒന്നിച്ചിരിക്കുന്നതും ഒന്നിച്ച് പെരുമാറുന്നതും ഒരു സമൂഹമുണ്ട്. ഈ സമൂഹത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ ചലനങ്ങളെ നമ്മൾ എങ്ങനെ സംശയിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കവിതകൾ മിത്തായിട്ട് നമ്മൾ രൂപപ്പെട്ടു വരുന്നത്.